ഏവർക്കും സിനിമാ വാർത്തകളിലേക്ക് സ്വാഗതം. 2024 70ാം നാഷണൽ അവാർഡിലേക്ക് കടക്കുകയാണല്ലോ. അതിൽ മലയാളത്തിലെ മെഗാസ്റ്റാർ മമ്മൂക്കയും പിന്നെ കന്നഡയിൽ നിന്ന് വന്ന ഋഷഭ് ഷെട്ടിയുമാണ് കട്ടക്ക് നിൽക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. ഇനി നമുക്ക് വീഡിയോയിൽ കിടക്കാം. മമ്മൂക്ക നിരവധി തവണയാണല്ലോ നാഷണൽ അവാർഡ് നോമിനേറ്റ് ആയത്. എന്നാൽ പ്രതീക്ഷിച്ച പോലെ ഒരുപാട് അവാർഡ് മമ്മൂക്കക്ക് ലഭിക്കാതെ പോയിട്ടുമുണ്ട്. അങ്ങനെ ഇരിക്കെ 70ാം നാഷണൽ അവാർഡിലേക്ക് കടക്കുമ്പോൾ മമ്മൂട്ടിയുടെ 3 സിനിമകളാണ് ഇതിന് തിരഞ്ഞെടുത്തത്. അതിൽ 2022 റിലീസായ പുഴു എന്ന സിനിമയും അതുപോലെ മമ്മൂക്കയുടെ റോഷാക്ക് എന്ന സിനിമയും 2023 റിലീസായ നൻപകൽ നേരത്ത് മഴക്കം എന്ന സിനിമയുമാണ്. നമുക്കറിയാമല്ലോ മമ്മൂക്ക ഇതിൽ മിന്നും പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചത്. അതുപോലെ തന്നെ കാന്താര എന്ന സിനിമയിലൂടെ വന്ന ഋഷഭ് ഷെട്ടിയും മിന്നും പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചത്. കാന്താര എന്ന സിനിമയുടെ അവസാന 20 മിനിറ്റിൽ പുള്ളിക്കാരൻ ചെയ്തു വെച്ച ചില്ലറ കാര്യമൊന്നുമല്ല. എന്തായാലും മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചത്. എന്തായാലും മലയാളത്തിലെ ഒരു ആക്ടർ ഈ നാഷണൽ അവാർഡിൽ കടക്കുമ്പോൾ മമ്മൂക്കക്ക് തന്നെ ഈ അവാർഡ് ലഭിക്കട്ടെ എന്നാണ് നമ്മുടെ പ്രതീക്ഷ. മമ്മൂക്കയുടെ ഈ കഴിഞ്ഞ 3 സിനിമകളിൽ മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചത്. അർഹതപ്പെട്ട അവാർഡ് തന്നെ ലഭിക്കട്ടെ എന്ന് ആശംസിക്കാം. എന്തായാലും നമുക്ക് കാത്തിരിക്കാം ആര് കൊണ്ടുപോകും എന്നുള്ളത്. എന്തായാലും നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം.